എന്നോടൊപ്പം ഇന്നുള്ളത് ബോംബെ പോസിറ്റീവ് എന്ന സിനിമയുടെ ഡയറക്ടർ ജീവൻ കോട്ടായി സാറാണ്. നമസ്കാരം സാർ, സ്വാഗതം. സാറിന്റെ രണ്ടാമത്തെ സിനിമയാണ് അല്ലേ? ശരിക്കും രണ്ടാമത്തെ സിനിമയല്ല, ഞാൻ സാറിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ സിനിമയാണ്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. സാറിന്റെ ഈ ബോംബെ പോസിറ്റീവ് എന്ന പടത്തിലേക്ക് സാർ എങ്ങനെയാണ് ഇന്നായത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അമരക്കാരൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെട്ടത്? എനിക്ക് ആദ്യം ആ വിശേഷങ്ങളാണ് അറിയേണ്ടത്. ഞാനത് പരോളിൻ്റെ റൈറ്ററാണ് ഇതിൻ്റെ തിരക്കഥ ചെയ്തത്. അജിത് പൂജപ്പുരാണ്. തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്താണ്. വർഷങ്ങൾക്കുള്ള ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. സിനിമയുടെ പ്രയാണത്തിൽ അങ്ങനെ പരിചയപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ ആ കഥ ഓൺലൈൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് സമൂഹത്തിന് നമുക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. ബോംബെ പോസിറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക, അതൊരു ബ്ലഡിനെ കുറിച്ചാണ്. റയർ ആയിട്ടുള്ള ബ്ലഡാണ്, വളരെ റയറായിട്ടാണ്. 10,000-ൽ ഒരാളൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ അത് അങ്ങനത്തെ ഒരു ബ്ലഡിനെ കുറിച്ച് കേട്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ബ്ലഡ് ഉണ്ടോ സുഹൃത്ത്, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണോ മാഷ എന്ന് ചോദിച്ചാൽ പറഞ്ഞു. പക്ഷേ ഞാനതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് ഡോക്ടേഴ്സായിട്ട് സംസാരിച്ച് അതിൻ്റെ യാഥാർത്ഥ്യ വശങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ത്രില്ലർ മൂഡിലേക്ക് എനിക്ക് തോന്നിയത് സബ്ജക്റ്റ് ചെയ്ത അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാണം നടത്തുന്ന ജനങ്ങൾ ഓടി ഒരു ബ്ലഡ് നമുക്ക് 1000-ൽ 10,000-ൽ ലക്ഷത്തിലൊക്കെ 1, 2, 3, 4 വരെ കിട്ടി. ആ ബ്ലഡ് ഇല്ലെങ്കിൽ വേറെ ഒരു ബ്ലഡായിട്ട് അത് ജോയിനിങ് ആവില്ല ട്രാൻസ്പ്ലാന്റ് മറ്റേത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ആദ്യം ഒന്ന് മടിച്ചു, അത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഇതാണ്. ഞാനൊരു ഹ്യൂമർ എനിക്ക് നിൽക്കണം, ഈ ത്രില്ലർ പടമൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനതൊരു അദ്ദേഹമായിട്ട് ഒരുപാട് ഡിസ്കഷൻ ചെയ്തിട്ട് എന്നിട്ട് ഡോക്ടർമാരായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടാണ് ഞാൻ ഈ പടം ചെയ്യാനായിട്ട് ബോംബെ പോസിറ്റീവിലേക്ക് വന്നിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ട് ഒരു 28ഓളം ആർട്ടിസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ. അതിൽ ലുക്മാൻ, രാഹുൽ മാധവ്, ബിനു പപ്പു, അതുപോലെ തന്നെ ജോയ് മാത്യു, ജഗദീഷ് ഏട്ടൻ, PG രവി, ശ്രീജിത്ത് രവി, അങ്ങനെ മറ്റേ സുധീർ, അങ്ങനെ ഒട്ടനവധി ആർട്ടിസ്റ്റിൻ്റെ പേരെടുത്ത് പറയും. സൗമ്യ മേനൻ, അതുപോലെ തന്നെ നമ്മുടെ നേഗ സക്സേന, പ്രാഗ്യ നാഗര ഒരു കുട്ടി, പിന്നെ ഒട്ടനവധി ഉണ്ട്. അതങ്ങനെ ഒരു എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ മൈൻഡിൽ നിന്നൊക്കെ പോയി. ഒത്തിരി പേരുണ്ട് അതിൻ്റെ. നല്ല രീതിയിൽ തന്നെ അത് വർക്കൗട്ടായിട്ട് അവർ നല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ജഗദീഷ് ഏട്ടനും ഈ ഇതിലെല്ലാ ആർട്ടിസ്റ്റും ചെറുതും വലുതാണെങ്കിൽ നോക്കണ്ട, അഭിനയിക്കുകയല്ലായിരുന്നു, ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ട്രെയിൻ അവർ നന്നായി എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ്, അത് പറയാതിരിക്കാം. നമ്മുടെ നായിക പ്രഗ്യ മലയാളിയല്ല അല്ലേ? അല്ല, ശരിക്ക് പ്രഗ്യ തമിഴാണ്. നമ്മള് കഴിഞ്ഞ ധ്യാൻ ശ്രീനിവാസന്റെ യമുനകളിൽ സുന്ദരി, നദികളിൽ സുന്ദരി യമുന, അങ്ങനത്തെ ഒരു പടം ഞാൻ ആ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് പേര് വരുമ്പോൾ അതിന് നായികയായിരുന്നു. ധ്യാനാണ് ഫസ്റ്റ് ടൈം മലയാളത്തിൽ കൊണ്ടുവരുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ധ്യാന്റെ പടത്തിലൂടെയാണ്. അപ്പം കഥ എടുക്കുന്ന സമയത്താണ് പ്രഗ്യ ഈ ക്യാരക്ടർ. അപ്പോഴൊന്നുമില്ല. നമ്മള് മെയിൻ ഷെഡ്യൂളെല്ലാം കഴിഞ്ഞിട്ട് സോങ് വേണം. അതിന് ഒരു കുട്ടി ആദ്യം വേറൊരു കുട്ടിയായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ആ കുട്ടി ചില സാങ്കേതിക കാരണങ്ങളുണ്ട് അടുത്ത ഷെഡ്യൂളിലും ബാച്ചിലും സോങ്ങിലൊന്നും വരാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ അത് റീഷൂട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ലുക്മാനിലേക്ക് എങ്ങനെ എത്തിയത് ഈ ക്യാരക്ടർ? ലുക്മാന് ഞാൻ അവന് നമ്മുടെ കൊറോണ കാലഘട്ടത്ത് ഓപ്പറേഷൻ ജാവുന്നൊരു പടം ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞ അടുത്ത പടത്തിൽ നമുക്കൊരു ഡേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു കോളനിയിലെ ബേസ് ചെയ്തിട്ടാണ് ഈ സബ്ജക്റ്റ് പോകുന്നത്. എനിക്ക് അതുപോലത്തെ ഒരു ക്യാരക്ടർ, ബോഡി ലാംഗ്വേജുള്ള ഒരു ക്യാരക്ടർ, ഞാൻ ലുക്മാനെ വിളിച്ചു, ഈ സബ്ജക്റ്റ് ഒന്ന് കേൾക്കാൻ പറ്റുമോ പറഞ്ഞപ്പോൾ പുള്ളി അന്ന് ഒത്തിരി തിരക്കിലൊക്കെ ഓപ്പണിങ് ഇതിലാണ്. പുള്ളി പറഞ്ഞു ഞാൻ കേൾക്കാൻ കേട്ടോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൺലൈൻ ഒന്ന് ഫോണിലൂടെ തന്നെ പറഞ്ഞു. പുള്ളി പിറ്റേ ദിവസം 3ാമത്തെ ദിവസം കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഫ്ലാറ്റിൽ വന്നിട്ട് കഥ മൊത്തം ഒന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞു ഞാനത് ചെയ്യാം പറഞ്ഞു. അപ്പോൾ അച്ഛനായിട്ട് അഭിനയിച്ചുള്ളത് TG രവി ചേട്ടനാണ്. അദ്ദേഹം എനിക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം അന്ന് ഞങ്ങൾ ഇമോഷണലാക്കി കളഞ്ഞ ലൊക്കേഷനിലൊക്കെ ഞാനൊക്കെ കണ്ണ് നിറഞ്ഞിട്ട് എണീറ്റ് മോണിറ്ററിന് മുമ്പിൽ നിന്നൊക്കെ എണീറ്റ് പോകുമായിരുന്നു. അവരൊക്കെ ഭയങ്കര ലെജൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു കഥാപാത്രത്തെ കൊടുത്താൽ മതി, അവരത് നമ്മുടെ നമ്മൾ പറയുന്നതിന് ക്യാരക്ടർ. ഇപ്പൊ ഞാനിപ്പോ ഒരു സന എന്നൊരു പടം കൂടെ ഇപ്പൊ കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതും ഓൾമോസ്റ്റ് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിങ്ങിലാണ്. അതില് അദ്ദേഹം അതിലും ഭീകരമായിട്ടൊരു മാഡ്മാനായിട്ട് ചെയ്തു.
അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കിട്ടിയതൊക്കെ എനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ്. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് സിനിമയിൽ വന്നെങ്കിൽ പോലും ഇപ്പോഴാണ് ശരിക്കും നല്ലൊരു പടങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ നല്ല ലെജൻഡായിട്ട് ജോയ് മാത്യു സാറൊക്കെ വക്കീലൊക്കെ ആയിട്ടാണ് ചെയ്തത്, ജഗദീശൻ ഡോക്ടറായിട്ടാണ് ചെയ്തത്, സാന്ദ്ര കോമ്പിനേഷനായിട്ട്. അത് ഇവർ ഈ കോംബോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിനൊക്കെ ജഗദീശനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാം. അദ്ദേഹമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കറപ്ഷൻസൊക്കെ നമുക്ക് ചെയ്യാൻ, നമ്മൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്താ പറയുക നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് അങ്ങനെ പോയാലോ, ആ ഡയലോഗ് മതിയോ, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വേറെ കൺസിഡർ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തു തരുന്നത്. നമ്മളൊരു മിഡിൽ നിന്ന് ഒരു വാക്കിംഗ് ആണ് കൊറിഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജീവൻ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് എങ്ങനെയുണ്ട് ഫ്രെയിം നോക്കൂ കേട്ടോ, സോറി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സജഷൻസ് കണ്ടമാനം തരും, നന്നായിട്ട് നല്ല ലെവലിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റ് എല്ലാവരും. ഞാൻ പറഞ്ഞു ചെറുതും വലുതൊന്നുമില്ല, ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഫീല് കിട്ടിയിട്ടാണ് അത് പാക്കപ്പ് പറഞ്ഞിട്ടുള്ളൂ ഓരോ ദിവസം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ ഈ അടുത്തിടെ ഈ പടത്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു, നമ്മുടെ IMA ഹൗസിൽ വെച്ചിട്ടായിരുന്നു ഇതിന്റെ ഓഡിയോ ലോഞ്ച്. ആ ഓഡിയോ ലോഞ്ചിന്റെ ടൈമിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാറാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു, അതിൽ പേര് ഞാൻ കണ്ടു. ആക്ച്വലി എനിക്ക് ഫെമിലിയർ അല്ലാത്തൊരു പേരാണ്. സോ അപ്പം ഞാൻ ഡയറക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ആ പ്രോഗ്രാമിൽ. അപ്പോൾ അവിടെ പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഫസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മറ്റൊരു വ്യക്തിനെയാണ്. അപ്പോൾ ആ വ്യക്തി അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ്, ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളീനെ ഞാൻ കരുതി ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വേ തിരഞ്ഞെടുത്തത്, ഡിഫറെന്റ് വേയിൽ പ്ലാൻ ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. കാരണം ഒരു സിനിമയുടെ ഏതൊരു ഭാഗം വന്നാലും, ഏതൊരു പ്രൊമോഷൻ വർക്കുകൾ ഏത് വന്നാലും മെയിൻലി അവിടെ നമ്മൾ ഡയറക്ടർക്ക് ഒരു സ്ഥാനം കൊടുക്കും, റൈറ്റർക്ക് ഒരു സ്ഥാനം കൊടുക്കും. ഒരു സിനിമയിൽ ഒരു വഞ്ചി പോവാണെങ്കിൽ അതിന്റെ അമരക്കാരൻ എന്ന് പറയുന്നത് ഒരാളുണ്ടാവും, തുഴയാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ സിനിമയുടെ അമരക്കാരൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ടറാണ്. അതിന്റെ ഒപ്പം നിൽക്കുന്ന ആളാണ് റൈറ്റർ, അതിന്റെ ഒപ്പം നിൽക്കുന്ന ആളാണ് എഡിറ്റർ. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ട് അതിനെ കുറെ കൂടെ ഭംഗിയാക്കുന്നത് എഡിറ്ററുടെ ഒരു പണിയാണ്. അത് വളരെ വലിയൊരു പങ്കാണ് എഡിറ്റർക്കുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആ ഓഡിയോ ലോഞ്ചിൽ ഈ പറഞ്ഞ 3 വ്യക്തികളെയും ഈ കാറ്റഗറിയിലുള്ള ആളുകളെയും ഞാൻ കണ്ടില്ല. ആൻഡ് ഇതിൻ്റെ DOP ഞാൻ കണ്ടില്ല, എനിക്ക് ഇവരാരെ അറിയില്ല, അവരുടെ ഒരു പേര് മെൻഷൻ ചെയ്ത് പോലും ഞാൻ കേട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം അജിത് പൂജപ്പുര സാറിനെ ഒരു ഇൻവൈറ്റ് ചെയ്തത് മാത്രം ഞാൻ കണ്ടത്. ഞാൻ നോട്ടീസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ ഒരു ഇതിനെ കുറിച്ച് സാറിന് എന്താ പറയാ? സാറായിട്ട് മാറി നിന്നതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? എനിക്കറിയില്ല. സത്യം പറഞ്ഞത് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായി പോയി. കാരണം ഇത് ഞാൻ മാത്രമല്ല, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണെങ്കിലും ആർട്ടിസ്റ്റ് സൈഡൊക്കെ കാണുന്നതാണ് നിങ്ങളുടെ ചാനൽ. എനിക്ക് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇവര് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ പ്രോഗ്രാം തന്നെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പെട്ടെന്നാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഈ പ്രോഗ്രാം ഓഡിയോ ലോഞ്ച് വെക്കുന്നത്. ഒരു 4 ദിവസം മുമ്പ് തന്നെയാണ് ഞാൻ അറിയുന്നത്. പെട്ടെന്ന് നമ്മളിങ്ങനെ ഓഡിയോ ലോഞ്ച് നടത്തണം, സോണി മ്യൂസിക്കും സത്യം ഓഡീസൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവരെടുത്തിട്ടുണ്ട്, അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വളരെ ഇതായി. അപ്പോൾ നമുക്ക് ഓഗസ്റ്റിൽ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനായിട്ട് ചർച്ചകൾ നടന്നിട്ടില്ല, ഞാനത് ഇല്ല എന്ന് പറയുന്നതിൽ എനിക്കിപ്പോൾ മടിയൊന്നുമില്ല. പക്ഷേ ഇൻറ്റേർണലി എനിക്ക് കുറേ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അവോയ്ഡ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, ഇൻവൈറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നമുക്ക് കുറേ ആൾക്കാരെ നമുക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ക്ഷമാപണം എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണോ ജഗദീഷ് ഏട്ടനും ലുക്മാനും പിന്നെ ബിനു പപ്പു ഇവരാരെയും ഞാൻ അവിടെ കണ്ടില്ല? പോസ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അല്ല, ഞാൻ അറിഞ്ഞത് അവർ തിരക്കിലായിരുന്നു. ജഗദീഷ് ഏട്ടൻ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ തിരക്കിലാണ്. അതുപോലെ ലുക്മാനും പറഞ്ഞത് എനിക്ക് അന്ന് ഇവിടെ എത്താൻ പറ്റില്ല എന്ന് തലേദിവസം അറിയിച്ചു എന്നാണല്ലോ അറിഞ്ഞത്. സൗമ്യവനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നാഹയും മറ്റേ നായികയും 2 പേരും വന്നു. തിരക്കഥകർക്ക് അതിൽ മെയിനായിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് വേറെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് തിരക്കുകൊണ്ട് വിട്ടതായിരിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്യാമറാമാനും വേറെ എന്തെങ്കിലും തിരക്കിൽ, ആലപ്പുഴയിൽ എന്തൊക്കെ തിരക്കിലായിരുന്നു ആ സമയത്ത്. പെട്ടെന്നുള്ള തീരുമാനം കൊണ്ടായിരിക്കാം, അവോയ്ഡിങ് അല്ല. പിന്നെ പ്രോട്ടോകോൾ പ്രകാരം അത് നടന്നില്ല എന്നുള്ളത് സത്യം തന്നെ. ഇവൻ പറഞ്ഞ പോലെ അത് സത്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് ഇതിൽ ഇമ്പോർട്ടൻസ് രഞ്ജിൻ രാജിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ, രഞ്ജിൻ രാജ്
ഞാൻ ഒട്ടനവധി വേറെ 1-2 മ്യൂസിക് ഒക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ സിനിമകൾ ചെയ്താലും ഇറങ്ങാൻ നിൽക്കുന്ന വേറെ സിനിമകളിലൊക്കെ പാടിയിട്ടുള്ള നല്ല മ്യൂസിഷ്യന്മാരോ തന്നെയാണ്. രഞ്ജിൻ രാജിന് എന്നെ അറിയില്ല, പക്ഷെ ആൾ വേണമെന്ന് തീരുമാനം എടുത്തത് നമ്മുടെ പ്രൊഡ്യൂസറും മറ്റേ എഡിറ്ററൊക്കെ കൂടെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലതാണ്, കാരണം നല്ല പാട്ടുകൾ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്, കേരളത്തിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അത് രഞ്ജിൻ രാജ് അത് വെച്ച് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇതിൽ ചെയ്യണം എന്നുള്ളതിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സിനിമയല്ലേ. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, രഞ്ജിൻ ലാലിനെ വെച്ചിട്ട് ഷോ ചെയ്യണം, അപ്പം രഞ്ജിൻ ലാലിൻ്റെ ഷോയാണോ അവർ ഉദ്ദേശിച്ചത്? അതോ അല്ല, അതിന് ശരിക്കും അതിൻ്റെ കുറ്റബോധം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഇന്ന് അവർക്ക് അത് മിസ്റ്റേക്ക് പറ്റിയത് അതിൻ്റെ ഒരു കോർഡിനേറ്റ് ചെയ്തൊരു വ്യക്തിൻ്റെ, ഞാൻ പേര് പറയില്ല, കാരണം മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ആങ്കറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിനെക്കുറിച്ച് ഒരു ദിവസമായിട്ട് കോർഡിനേറ്റർ മനഃപൂർവ്വം നിങ്ങളെ വിളിച്ച് ഒരു വേദിയിലേക്ക് വിളിച്ച് നിങ്ങളെ പ്രത്യേകം ഇതാണ് ഈ പടത്തിന്റെ ഡയറക്ടർ എന്ന് നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതിനിപ്പോ എത്ര അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ ആണെങ്കിലും ശരി, ഞാൻ ഓഡിയോ ലോഞ്ചുകളിലും ഗസ്റ്റായിട്ടാണെങ്കിലും ഒരുപാട് പ്രോജക്റ്റുകളിലും ഞാനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രോട്ടോക്കോളൊക്കെ അറിയാം. ഞാനിപ്പോൾ സനയുടെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു, തൃശ്ശൂർ വെച്ചാണ്. അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു, അതിനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം വഴിക്കാനാണ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് പോയിട്ടുള്ളത്. അത് കോർഡിനേറ്റ് ചെയ്യാൻ അറിവുള്ള ഒരാളുണ്ടായിരുന്നു. ഇത് അറിവുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ അത് അബദ്ധം പറ്റിയെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കും. കാരണം അത് ഒരു ക്യാപ്റ്റന് മറ്റേ ഒരുപക്ഷെ അത് പ്രേക്ഷകർ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിലിപ്പോൾ യൂട്യൂബിലും മറ്റുള്ള ചാനലിലൊക്കെ വരുമ്പോൾ സംവിധായകൻ മിണ്ടാപ്രാണിയാണെന്നൊക്കെ ചോദിച്ചേക്കാം, സംഭവിക്കാവുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ മറുപടി പിന്നീട് ഒരിക്കൽ എനിക്ക് പറയേണ്ടി വരും. അന്ന് ഞാൻ പറയാമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ റിലീസൊക്കെ എടുക്കല്ലേ, അപ്പം നമുക്ക് ഇനി അവസരങ്ങളുണ്ട്. ആ സമയത്ത് ഞാനത് ഭയമൊന്നുമില്ല. പടം തുടക്കം കുറിച്ചത് ഞാൻ തന്നെയാണ്. പിന്നീടാണ് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ കടന്ന് മറ്റുള്ളവരിലേക്ക് ഇൻവോൾവ് ആയി വന്നിട്ടുള്ളത്. പക്ഷെ അതൊരു പൂർത്തീകരണത്തിനായി നമ്മളത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അത് നല്ല രീതിയിൽ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണനാണെങ്കിലും. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഇപ്പം ഈ ഇവന്റ് കോർഡിനേറ്റ് ചെയ്തു, MC-യുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഓൾറെഡി കൊടുത്തു, അതിൽ ഡയറക്ടറിനെയും റൈറ്ററെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരാരെയും പ്രത്യേകം ഇൻവൈറ്റ് ചെയ്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആക്ച്വലി ആ പരിപാടി അവിടെ നടക്കുന്ന സമയത്ത് അതിന്റെ ബാക്കി പ്രൊഡക്ഷൻ സൈഡ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡ്, ആ സിനിമയിലുള്ളവരുണ്ടാവുമല്ലോ. എന്ത് വന്നാലും അവരുടെ സിനിമയാണിത്. അപ്പൊ അതിലേക്ക് ഡയറക്ടറെ കൂടെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നും അവരാരും പറഞ്ഞില്ലേ? ആ സമയത്ത് പറയാലോ MC-യോട്. MC എന്ന് പറയുന്നത് മറ്റേ കീ കൊടുത്തിട്ട് ഇങ്ങനെ മലയാളത്തിൽ പറയുമ്പോഴേ ഒരു ഫെമിലിയർ മ്യൂസിഷ്യൻ അവിടെ നിൽക്കുമ്പോൾ അവര് ചിലപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടാവാം. ഇപ്പൊ ഞാൻ ഫെമിലിയർ അല്ലല്ലോ. ഞാൻ ഫെമിലിയർ എന്ന് പറയുന്നത് ഞാനൊരു ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ഒരു ദാതാവ് എന്ന നിലയ്ക്കാണ്. ഞാനിപ്പോൾ എന്നെ കൂടുതൽ ആൾക്കാർ സംവിധായകൻ എന്നുള്ള നിലയ്ക്കാണ് ഓർഗൻ ഡൊണേറ്റ് ചെയ്തത്. ആ ഓർഗൻ ആണ് ഡയറക്ടർ എന്നുള്ളതിലുപരി ഓർഗൻ ഡൊണേറ്റർ ജീവൻ അദ്ദേഹം എന്നുകൊണ്ടാണ് ഞാൻ ഒരുപക്ഷെ സമൂഹത്തിലും ഔട്ട് ഓഫ് കൺട്രിയിലൊക്കെ അറിയുന്നത് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല പ്രോജക്റ്റിൽ വരുന്നത്. ഞാൻ സിനിമയിൽ ജീവൻ കേട്ടിട്ടുണ്ടെന്ന് അറിയുള്ളൂ. അല്ല, ജീവൻ എന്ന് പറഞ്ഞാൽ അത് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്കവിടെ ആ വേദിയിൽ അവിടെ നല്ലൊരു ഇതുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ചും കൂടെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവർ ആ സാഹചര്യം ആയിരിക്കാം, അവരത് അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീലൊന്നും എൻ്റെ മനസ്സിലില്ല. അതൊക്കെ ആ തുടക്കത്തിലുണ്ടായ അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടെന്ന് പറയുന്നത് ഇന്നത്തെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ, സോറി. അതിൽ നിന്ന് പറഞ്ഞു നമുക്ക് അതുകൊണ്ട് തന്നെ ഇനി ഇമ്മീഡിയറ്റ്ലി നടത്താൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിലും മുകളിലേക്കാണ്. എന്നുവെച്ചാൽ ട്രയലും ടീസറൊക്കെ കിട്ടിയത് അതിൻ്റേതായ നല്ല രീതിയിൽ ആ സാധനം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇതിലെ എല്ലാ ക്രൂ മെമ്പേഴ്സ്, അവൻ്റെ ഫാമിലി, നമ്മളിതിൽ പങ്കെടുക്കാത്ത എല്ലാ ആർട്ടിസ്റ്റുകളെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സമയം കൂടെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സംവിധാനം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് അവിടെ പറയാം. അതാണ്. അതുകൊണ്ട് അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. നമുക്ക് ആരോടും പരിഭവങ്ങളൊന്നുമില്ല. കാരണം സിനിമയ്ക്ക് വേണ്ടിയിട്ട് 33 വർഷമായിട്ട് ഓടി നടന്ന ആളാണ്. അതിനുവേണ്ടി നാടും വീടും വിട്ടു പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ എൻ്റെ പാഷനാണ്. എൻ്റെ വൈഫിനോട് പോലും പറയാറുണ്ട്, നീ എന്തെങ്കിലും പറഞ്ഞ എൻ്റെ അടുത്ത് വേണമെങ്കിൽ എൻ്റെ സിനിമ അവോയ്ഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ആദ്യത്തെ ഭാര്യ എല്ലാവരും പറയുന്ന പോലെ തന്നെ സിനിമയാണ് എൻ്റെ പാഷനാണ്. അതെൻ്റെ ഒരു വലിയ അംബിഷനാണ്. അതിലേക്ക് എത്തിയിട്ട് ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് അത് അവർക്കും പോലും കീഴടങ്ങേണ്ടി വന്നു.
അവർക്ക് ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള പ്രോജക്റ്റുകളാണെങ്കിലും ഇനി ഇറങ്ങാൻ പോകുന്ന വേറെ മറ്റൊരു സിനിമ. അതായത് ഈ സിനിമയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചൊരു സിനിമ ചെയ്യുന്ന ഒരു ദിവസത്തിൽ എത്തിയത്. അപ്പോൾ ആ സിനിമയുടെ ഫസ്റ്റ് ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്ന ഡേയില് അംഗീകരിക്കപ്പെട്ടില്ല എന്നതിനെ ഓർത്ത് സാറിന് വിഷമം? അല്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു. അവിടെ വന്നപ്പോഴേ ഞാൻ അങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് പ്രോട്ടോകോൾ തന്നെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഒരു പ്രോട്ടോകോൾ എന്നതിനപ്പുറം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രോട്ടോകോൾ എന്ന് പറയുമ്പോഴത്തേനും സാർ അതിൽ വെറും ഒരു അഭിനേതാവല്ല. ആ സിനിമയില് പ്രീ പ്രൊഡക്ഷൻ മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് പ്രൊഡക്ഷനും കഴിഞ്ഞ് ഓഡിയോ ലോഞ്ച് ഈ സിനിമ റിലീസ് ആകുന്നത് വരെയും റിലീസ് ആയതിനു ശേഷവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു ടാഗാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയൊരു വേണ്ടപ്പെട്ട വ്യക്തിയെ ആ സിനിമയുടെ തന്നെ ഓഡിയോ ലോഞ്ചിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേനും സാറിന് വിഷമം ഇല്ല? അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞു. മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ടോക്ക് കൊടുക്കാനുള്ള ഒരു അവസരം തരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് അഭിലാഷ് പിള്ളയും ലിസ്റ്റർ സ്റ്റീഫൻ ചേട്ടനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവർ അടുത്ത മൈക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അപ്പുറത്ത് വേറെ ആൾക്കാണ്. പ്രൊഡ്യൂസർ പോലും സംസാരിച്ചിട്ടില്ല അവിടെ. ഉണ്ണികൃഷ്ണൻ പോലും അവിടെ സംസാരിച്ചിട്ടില്ല. അതിന്റെ കോ പ്രൊഡ്യൂസർ പറയുന്ന അഡ്വക്കേറ്റ് ഹരി, അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാനത് സമയപരിമിതി ആയിരിക്കാം, പിന്നെ വളരെ ലേറ്റായിട്ട് തുടങ്ങി. പിന്നെ നമ്മുടെ സിനിമയല്ലേ, നമുക്ക് പേഴ്സണലി ഞാൻ എന്നെ പറയാം, എന്നെ സംബന്ധിച്ച് ഇപ്പം നമ്മളെ ഒരു പരിപാടിയുടെ ഒരു മെയിൻ ഘടകമാണ് ഞാൻ എങ്കിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ടത്ര ഒരു ഇത് തന്നില്ലെങ്കിൽ ഓഡിയൻസിന് മനസ്സിലായിട്ടില്ലേ? തീർച്ചയായിട്ടും അത് എല്ലാരും അന്വേഷിക്കൂല, ഈ പടത്തിന്റെ ഡയറക്ടർ ആരാ, അല്ലെങ്കിൽ അതിന്റെ റൈറ്റർ ആരാ, അല്ലെങ്കിൽ ഇതിന്റെ എഡിറ്റർ ആരാ. മെയിൻലി എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു സിനിമയെ ഉണ്ടാകാനായിട്ട് ഒരാളല്ല, ആ സിനിമയിൽ ഒരുപാട് പേരുണ്ട്, അതിൽ ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട്. ആർട്ടിസ്റ്റുകൾ വരുന്നതിന് മുന്നേ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, മനസ്സിലായോ? അപ്പം അവരെ ആരും എന്തിനാ ഈ സിനിമയിലെ ആർട്ടിസ്റ്റുകളെയും ഞാൻ കണ്ടില്ല, മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെയും കണ്ടില്ല. അപ്പൊ ഈ ഓഡിയോ ലോഞ്ച് ഭയങ്കര ഒരു ഫ്ലോപ്പ് ആയിരുന്നല്ലേ? അല്ല, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാരണം ആർട്ടിസ്റ്റുകളില്ല, ഡയറക്ടർ ഇല്ല, റൈറ്റർ ഇല്ല, എഡിറ്റർ ഇല്ല, DOP ഇല്ല, ഒരു ക്രൂ മെമ്പേഴ്സോ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ആകെ അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ സിനിമയുടെ ഒരു എഫേർട്ട് എത്ര ആൾക്കാരുടെ എഫേർട്ടാണ്. പ്രൊഡക്ഷൻ ബോയ് തൊട്ട് നമ്മളെ അറിയാത്ത ആൾക്കാരുടെ, ചായ കൊടുക്കുന്ന ഒരാൾക്ക് വരെ അതിൽ ഘടകം, പാത്രം കഴുകുന്നു, ഭക്ഷണം കൊണ്ടുവരുന്നു, അവര് ഡ്രൈവർ തൊട്ട് എല്ലാവരും എടുക്കുന്ന എഫേർട്ടാണ്. ആ സിനിമയുടെ ഒരു ഫങ്ഷൻ അത് ഫ്ലോപ്പ് എന്ന് പറയേണ്ടതെന്ന് ഞാൻ പറയുന്നു. അതായത് സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ അതിൻ്റെ പരിമിതി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടോ അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ടോ ചോദിച്ചാൽ വിഷമം ഉണ്ടാവും. പിന്നീട് നമ്മളത് റിക്കവർ ചെയ്ത് ക്ലിയറായി. ഇപ്പോൾ ഇനി എല്ലാവരെയും വെച്ചിട്ടൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യണം, അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നുണ്ട്. അതിലാണ് ടീസർ നമ്മളിത് ഇറക്കാൻ പോകുന്നത്, ട്രെയിലറൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നത്. മറ്റു 2 സോങ്ങും ഉണ്ട് അതിലൊക്കെ. അത് കൂടെ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ പെടുത്ത ഒരു ഫാമിലി മീറ്റ് പോലെ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ മാറുന്നേ. ദുഃഖങ്ങളെല്ലാം മാറട്ടെ. ഞാൻ ഇനി നമുക്ക് സിനിമയിലേക്കൊന്ന് തിരിച്ചു വരാം. സിനിമയുടെ അന്നത്തെ സോങ് 2 ഞാൻ കണ്ടിരുന്നു. എനിക്ക് ആക്ച്വലി അതിൽ ഒരു ലവ് സോങ്ങും ഒരു ഇമോഷൻ സോങ്ങും ആണ് പ്ലേ ചെയ്തത്. ആക്ച്വലി അതിന്റെ വിഷ്വൽസിൽ എനിക്ക് ഭയങ്കര ഹേർട്ട് ടച്ചിങ് സിനിമ കാണണം എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ മേക്കിംഗ് ടൈമിൽ എത്രത്തോളം വിശ്വാസമുണ്ട് സാറിന് മേക്കിംഗ് ടൈമിൽ? ഓക്കെ, ഇത് ആൻഡ് ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് തോന്നുന്നത് സിനിമയെ കുറിച്ച്? സിനിമ ഒരു വൻ വിജയമാകുമോ അതോ ഒരു 75-50 എന്താണ്? ഇല്ല, ഞാൻ ഇതിൽ ഒരു ആവറേജ് ലെവലൊന്നുമല്ല കാണുന്നത്. ഒരു നോർമൽ സ്റ്റൈലിലാണ് ഞങ്ങൾ ആ പടം കൊണ്ടുവന്നത്. പക്ഷെ അത് പിന്നീട് അതിൽ ആർട്ടിസ്റ്റിൻ്റെ സൈഡും ടെക്നിക്കൽ സൈഡൊക്കെ നന്നായിട്ട് അവർ വർക്കൗട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, കോർഡിനേഷനിൽ ഫൈനൽ എഡിറ്റിങ്ങിൽ ഞാൻ ചിന്തിച്ചതിന് മുകളിലേക്ക് വന്നു. ഞാൻ അതിൽ വളരെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഡയറക്ടർ എന്ന നിലയ്ക്ക് ചീഫ് അസോസിയേറ്റ് ആരാണ്? അതിൽ 2 ആളുണ്ട്. ഒന്ന് സെബിൻ കാട്ടുങ്കൽ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ജോഷി മേടയിൽ. ജോഷി മേടയിൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ഷെഡ്യൂളിൽ വന്ന ആളാണ് കേട്ടോ. മറ്റത് ബാക്കി അതിന് മുമ്പ് തന്നെ നമ്മുടെ കൃഷ്ണകുമാർ ആണ്. അതാണ് പറഞ്ഞത്. ഈ ചോദ്യത്തിൽ എനിക്ക് പരിമിതികളുണ്ട് ആൻസർ പറയാമെന്ന് ഞാൻ പറയാനും അത് എന്നെ കുഴപ്പിക്കുന്നതാണെന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്.
ഇതെല്ലാം മാറുന്നു. ഒരു കുടുംബമാകുമ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു സൗന്ദര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഫാമിലി പോലെ അല്ലെങ്കിൽ മറന്നു തന്നെ പോകും. ചിലപ്പോൾ ഭാര്യയ്ക്ക് തുണി മേടിച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് മേടിച്ചില്ലല്ലോ എന്ന് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരില്ലേ. അതുപോലെ തന്നെ ഒരു കുടുംബത്തെ സംഭവിച്ചെന്ന് മാത്രമേ കരുതുള്ളൂ. ഞാൻ അങ്ങനെ കരുതാനാണ് ആഗ്രഹിക്കുന്നത്. പറ്റിയ ഒരു കയ്യബദ്ധം അങ്ങനെയാണോ, ഒരു മിസ്റ്റേക്ക് അവർ മറന്നുപോയ? അല്ല, നിങ്ങൾ മീഡിയക്കാർക്ക് ചിരിയിലും എനിക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ അവര് മനഃപൂർവ്വം മറന്നുപോയി എന്നുള്ളതാണ്. മനഃപൂർവ്വം എന്ന് ഞാൻ പറയില്ല എന്നാ ഞാൻ പറഞ്ഞു. മനഃപൂർവ്വം ഒന്നും ഞാൻ പറയില്ല, സമയപരിമിതി ആവാം. അല്ലാതെ മനഃപൂർവ്വം മറക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ അതില് ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ആൻസർ തരുന്നത്? എനിക്ക് അല്ല, എനിക്ക് ആ ആൻസറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതാണ്. ഇല്ല, അങ്ങനെ ഒരാളെയും ഭയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ, പറയാനുള്ളതാണ് ഇത്. പക്ഷേ ഇത് ഒരു മറവിയായി കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സമയപരിമിതി കൊണ്ടോ മാറ്റി നിർത്തപ്പെട്ടു ഞാൻ സംസാരിക്കേണ്ട വാക്കുകൾ എനിക്ക് പറയാൻ കിട്ടാതെ വന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു തുടക്കം കുറിച്ചിട്ടൊരു മറ്റുള്ളവർക്കൊരു പെയിൻ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹമില്ല. കാരണം നമ്മൾ മറ്റുള്ളവരുടെ പെയിൻ കൂടെ ഞാൻ മനസ്സിലാക്കുന്ന ആളാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. ഒരുപാട് ഫാമിലിയിൽ നിന്നാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അതിൽ ഒരുപാട് ആൾക്കാരുടെ വേദനകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിസ്സാരം അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയല്ലോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതൊന്ന് പൂർത്തീകരിച്ചു ഞങ്ങളെല്ലാവരും കൂടെ. പക്ഷേ അതൊരു അബദ്ധമായിപ്പോയി. അത് പറയും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് എന്നിൽ നിന്ന് അത് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അത് പിന്നീട് വരുമ്പോൾ അവർ പെയിൻ ഉണ്ടാക്കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അഗെയിൻസ്റ്റായിട്ട് പറയണം, എനിക്ക് നിങ്ങളെ കൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അത് കോർഡിനേറ്റ് ചെയ്ത് അവർ പറയുകയാണെങ്കിൽ ഞാൻ ശക്തമായിട്ട് എനിക്ക് പറയാനുള്ള വാക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ലോ. നമ്മളെന്താ പറയുക, പാട്ടി മറ്റേ ഒരു രണ്ട് കൈ കുട്ടിയാലല്ലേ ശബ്ദം കേൾക്കുക. ഒരു കൈ മാത്രം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കട്ടെ, അത് കാറ്റായിട്ട് കിട്ടും. ശരി, അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലേ ഇപ്പോഴും? ഇൻഡസ്ട്രി അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മുടെ ക്രൂവിനെ ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, പക്ഷേ അതിൻ്റെ പോട്ടെ. പക്ഷേ ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. പല പടങ്ങളും പെട്ടി കിടക്കുന്നില്ലേ. പൂർത്തീകരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമില്ല, അതിന് സഹകരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമില്ല. അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് പടം വിജയിച്ചാൽ ഡയറക്ടർ സൂപ്പർ ഡയറക്ടർ, നല്ല മേക്കിങ്. പരാജയപ്പെട്ട രാജങ്ങയുടെ പടം പൊട്ടി, അയാൾ പൊട്ടിയ പടം ചെയ്ത ആളാണ്. അയാൾ ഇതെല്ലാം രണ്ടും കേൾക്കേണ്ട പഴി ആർക്കാ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഇപ്പം പാവം പ്രൊഡ്യൂസറിൻ്റെ പൈസ പോയി. പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടിയാൽ അത് നല്ല പടം ചെയ്ത് പൈസ ഭാര്യ പ്രൊഡ്യൂസർ എന്നുള്ള പേരും വരും അല്ലേ. ഇല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല, എന്തിനാ പണിക്ക് പോയി എന്ന് ചോദിക്കില്ലേ. അപ്പം അതുകൊണ്ടാണ് ആരെയും കുറ്റപ്പെടുത്താതെ ഒരു ട്രാക്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ആരായാലും ഈ ഉണ്ണികൃഷ്ണത് കഴിഞ്ഞാലും പടം ചെയ്യുന്നത്, ഒരു പടം കൂടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറ്റുള്ള ടെക്നീഷ്യന്മാരും ഒക്കെ എല്ലാവരും പടം ചെയ്യാൻ പോകുന്നുണ്ട്. ആ പടത്തിൽ ആളും ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പടങ്ങൾ ഇങ്ങനെ വരും പോകും. ഇതിന്റെ റിലീസ് ഡേറ്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഡേറ്റ് ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അടുത്ത് അനൗൺസ് ചെയ്യും. അത് കൺഫേം ആയിട്ടില്ല. എന്തായാലും ഓണത്തോടടുപ്പിച്ച് ഓഗസ്റ്റിൽ ഉണ്ടാവണം. എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു സിനിമ? ഇത് ഞങ്ങളൊരു 40 ദിവസത്തിന് മുകളിൽ 45 ദിവസത്തിന് എടുത്തു പാച്ച് ഉറപ്പാണ് ഷൂട്ട്, പാച്ച് ഉൾപ്പെടെ 45 ഡേയ്സ്. ഓക്കെ, ഇതിന്റെ പ്രീയും എല്ലാം ഒരുപാട് ഡേ എടുത്തത് ഘട്ടം ഘട്ടമായിട്ട് തന്നെ ചെയ്തത്. കാരണം ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്, ഡബിങ്ങിന് വരാനുള്ളതും ടെക്നീഷ്യന്മാരുടെയും സ്റ്റുഡിയോ അങ്ങനെയുള്ള ലാബൊക്കെ നമുക്ക് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു ഏത് ഇയറിലാണ് ഇത് കംപ്ലീറ്റ് ആയത്? ഇതിപ്പോ ഈ കഴിഞ്ഞ നവംബറിൽ കംപ്ലീറ്റ് ആയി. ഡിസംബറിൽ കംപ്ലീറ്റ് ആയി എല്ലാം. ഫൈനൽ നമ്മൾ ചെയ്തത് ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റോടുകൂടി അതെല്ലാം ഇതാക്കി. പിന്നെ മഴയും വെക്കേഷനൊക്കെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ റിലീസ് ചെയ്യാറുള്ളത്. പിന്നെ ഒരു ബിസിനസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, അതും കൂടെ പൈസ മുടക്കുന്നവർക്ക് ഒരു പെയിൻ ഉണ്ടാവാത്ത വിധത്തിൽ നമ്മൾ ക്ഷമയോടുകൂടി നമ്മളതൊരു ബിസിനസ്സിന് വേണ്ടി കാത്തിരുന്നു. അത് നല്ല ലെവലിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പബ്ലിസിറ്റിയിൽ വരും. ഈ സിനിമയുടെ ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു? തൃശ്ശൂരും കൊച്ചിയാണ്. തൃശ്ശൂരും കൊച്ചിയാണ്. അപ്പോൾ തൃശ്ശൂർ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണോ? അല്ല, കഥ തൃശ്ശൂരും കൊച്ചിയും ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോംബെ പോസിറ്റീവ് എന്നുള്ള പേര് ഈ റെയർ ബ്ലഡ് അതായത് ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് ഒരു മെഡിക്കൽ ഓറിയന്റഡ് ആണ്. അപ്പോൾ ബോംബെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബോംബെ തന്നെയാണോ മീൻ ചെയ്യുന്നത്? അല്ല, ഇത് മുംബൈയിലാണ് ഈ ബ്ലഡ് സ്ഥിരീകരിച്ചത്. അങ്ങനെയാണ് ആ പേര്. ബോംബെയിലാണ് ഇത് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത് അങ്ങനെയാണ് അതിന് പേര് നാമകരണം ചെയ്യപ്പെട്ടത്. ഡോക്ടേഴ്സും അതിന് വേണ്ട അധികാരികൾ അതിന് ബോംബെ പോസിറ്റീവ് എന്നാണ്. കാരണം എന്ത് പേരിടുന്ന അറിയാം, ഈ ബ്ലഡിനെ കുറിച്ചൊരു പേരില്ലാത്തൊരു ബ്ലഡാണ് അങ്ങനെ വന്നിട്ട് സംഭവിച്ചത്. അതിങ്ങനെ നമ്മുടെ കോട്ടയം ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു കുട്ടിക്ക്, ഗർഭിണിക്ക് ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പബ്ലിസിറ്റിക്കായിരുന്നു. മാധ്യമങ്ങളിലൊക്കെ
അങ്ങനെയാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അജിത് പൂജാപ്പുര അവിടെ പോയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് അന്വേഷിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഭയങ്കര റയറാണ്, കിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. ദുബായിലൊരു ഷെയ്ഖിൻ്റെ ഒരു കൊച്ചിന് വേണ്ടി നിങ്ങൾ മാധ്യമത്തിൽ വായിച്ചു കാണും അല്ലേ, ഒരു മലയാളി പോയിട്ടുണ്ടായിരുന്നു. ലോകം മുഴുവൻ അന്വേഷിച്ചിട്ടാണ് 3 ആളോ 4 ആളോ ഇല്ലാതെ ഒരു സർജറി നടക്കില്ല, മിനിമം 3 ആളെങ്കിലും വേണം. അത് തന്നെയാണ് നമ്മളിതിലും കഥ പറയുന്നത്. ആ ബ്ലഡിന് വേണ്ടി ഓടുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഈ മൊത്തം അത് മലയാളികൾ ഏറ്റെടുക്കുന്ന ഒരു സാധനം പറയുമ്പോൾ ഒരു ത്രില്ലിങ് ഉണ്ടാവില്ല, ഒരു ഭയങ്കര ഇപ്പോൾ ട്രാഫിക്കൊക്കെ പറയുമ്പോൾ ഒരു ഹൃദയം കൊണ്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനത്തെ സിനിമകളുണ്ട്. അതുപോലെ നമ്മൾ കടപിടിക്കാവുന്ന വിധത്തിൽ ത്രില്ലിംഗ് ആയിട്ട് ഫൈറ്റ് ആണെങ്കിലും സോങ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ഇത് തന്നെ ചെയ്തു. അതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വേണം, ഞാനൊരു പാട്ട് മാത്രം മതി എന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ച ഉണ്ണികൃഷ്ണനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തു. കാരണം അതിൽ പാട്ട് ഒരു 3-4 ഉണ്ടെങ്കിൽ ഇന്നത്തെ സിനിമ അങ്ങനെയല്ലേ, പാട്ടിനൊരു പ്രാധാന്യമാണ്. അത് ആൾക്ക് വിട്ടുകൊടുത്തു. പാട്ടിന് ശരിയാണ്, അത് എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുന്നേ വരെയുള്ള സിനിമകളിലായിരുന്നു പാട്ടിനൊരു പ്രാധാന്യം. ഒരു സിനിമയിൽ ഒരു 3 പാട്ടെങ്കിലും പറയുമ്പോഴത്തേനും. അതെ അതെ അതെ, അതിപ്പോ എങ്ങനെയല്ല, അത് സിനിമയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. സോങ് ആയിട്ട് നമുക്കത് ഇറക്കുന്നു, ടൈറ്റിൽ സോങ് ആയിട്ടും 2 സോങ് ഒക്കെ സിനിമയിലോ അല്ലെങ്കിൽ അത് എൻ ടൈറ്റിലൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന സിനിമകളുണ്ട്. പക്ഷെ പാട്ട് നല്ല പാട്ടാണെങ്കിൽ സിനിമയിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പാട്ട് ഒരു പബ്ലിസിറ്റിക്ക് സാധ്യമാകും. ആരെങ്കിലും ഡയറക്ടർ ആവാൻ നിൽക്കുമ്പോൾ ആരെങ്കിലും റോൾ മോഡൽ ആയിട്ടൊക്കെ? ഞാൻ ലോഹി സാറ് കുറച്ചു കാലം ഉണ്ടായിരുന്നു. അവിടെ ഭൂതക്കണ്ണയുടെ സമയത്തൊക്കെ ജസ്റ്റ് ഒക്കെ പോയിട്ട് അവിടെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അസിസ്റ്റ് ചെയ്യാനല്ല, ആൾ കഥ എഴുതുന്നതിനോടൊപ്പം സഹായിക്കാനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ തിരക്കഥ എഴുതി പഠിക്കും. ഞാൻ റൈറ്ററും കൂടെയാണ്. അടുത്ത പടം ചെയ്യുന്നത് എൻ്റെ സബ്ജക്റ്റാണ്, പ്രാപ്തി എന്ന് പറഞ്ഞിട്ട് പ്രഭാചകൻ പിള്ളാവട്ടെ. അതിൻ്റെ പണിപ്പൂരയിലാണ് ഇപ്പോൾ കൂടുതൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അത് അടുത്തതിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതാണ് റോൾ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ഡയറക്ടേഴ്സും നല്ലവരാണ്, പുതിയ ആൾക്കാരും പഴയ ആൾക്കാരൊക്കെ നമുക്ക് ഡിഫറൻ്റായിട്ട് അവരുടെ കാലിബർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഷോട്ടുകൾ നോക്കാൻ പറ്റും. ഞാൻ ക്യാമറ പഠിക്കാൻ വരെ പോയിട്ടുണ്ട്, എന്നിട്ട് അതിൽ നിൽക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്യാമറയുടെ ഒരു മൂവ്മെൻറ്റ് വരെ നമ്മൾ ചിന്തിക്കുന്നു. ഇപ്പോഴും നമ്മളൊന്നും ആയിട്ടില്ല കേട്ടോ, ഞാൻ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ലേ, ഒന്നും ആയിട്ടില്ല. അതായത് ഞാൻ ഇനി ഒന്നും ആയിട്ടില്ല എന്ന് 1% നിൽക്കുന്ന ഒരു ആളാണ്. അല്ല, നമ്മളെപ്പോഴും അങ്ങനെ വേണം ചിന്തിക്കാൻ. നമ്മളെപ്പോഴും ഡൗൺ ടു എർത്ത് ആയിട്ട് പിന്നെ അത് കാലഘട്ടത്തിനനുസരിച്ചും ഇന്നത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന വിധത്തിലും ഇന്നത്തെ യൂത്താണ് ശരിക്കും ഒരു പടം വിജയിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫാമിലിയിലോട്ട് പോകുന്നത് ഇല്ലേ. അവർ പറയും അപ്പോൾ നല്ല സിനിമ, അല്ലെങ്കിൽ അവർ പറയും, അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടെ അതിൽ വലിയ പങ്കാട്ടോ, ചെറിയ പങ്കല്ല. അതിലും സാധാരണ നല്ല ഏറ്റവും വലിയ പങ്ക് സോഷ്യൽ മീഡിയ തന്നെ. അവർ നന്നാക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും, വളർത്തുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരുപാട് റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്. നല്ല പടം ചെയ്യേണ്ട കാര്യമില്ല, യൂട്യൂബേഴ്സ് വിചാരിക്കണം. അതാ ഞാൻ പറയും, യൂട്യൂബേഴ്സ് ഇപ്പോഴത്തെ ഗോഡ് എന്ന് പറയുന്നത് അവരാണ്. ഭയപ്പെടണം എന്റെ മുമ്പില്, നിങ്ങളുടെ മുമ്പിലൊക്കെ ഭയപ്പെടണം. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് തന്നെ എന്നെ കൺവേർട്ട് ചെയ്യാൻ നോക്കി, ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കി. അതിപ്പോൾ അതുകൊണ്ടല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷെ അതിന് ചില സാഹചര്യങ്ങൾ കൂടെ നമ്മൾ കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവും. അതാണ് ചിലപ്പോൾ പറയാൻ മടി കൊണ്ടായിരിക്കാം, പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തോന്നിയിട്ട്. ഒന്നുമില്ല, പടം നല്ല രീതിയിൽ തന്നെ ഉണ്ണീഷനാണെങ്കിലും അവർ സഹകരിച്ച എല്ലാവരും അതിൽ. ഞാനിപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഇനി വരുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും ഹാപ്പിയാണ്. മനസാക്ഷി പറയുന്നുണ്ട്, അൾട്ടിമേറ്റ്ലി ഇത് താങ്കളുടെ കുഞ്ഞാണ്. അതുകൊണ്ടാണോ സാറ് ഇങ്ങനെ എന്താ പറയാ, മനസ്സിൽ നിന്ന് വരുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ 1 രൂപ പോലും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ പോലും ഇത് ഡൊണേറ്റ് ചെയ്തത്? അല്ല, ഞാനത് എൻ്റെ ആദ്യത്തെ പടത്തിൻ്റെ പ്രമോഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ചിറമലച്ചൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, വയനാടുള്ള കാലിക്കറ്റുള്ള ഒരു സുഹൃത്തിൻ്റെ അനിയൻ അബ്ദുൾ ഷമീർ. അപ്പോൾ വയനാട് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളൂ, എൻ്റെ പഴയകാല സുഹൃത്ത്, കൗമാരകാല സുഹൃത്താണ്. അപ്പം പുള്ളി എൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷം കോൺടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ താരങ്ങൾ എന്ന പടത്തിൻ്റെ സോങ്ങുകൾ ഇറങ്ങിയിട്ടുണ്ട്, നല്ല പാട്ടുകളായിരുന്നു. അതിലൊക്കെ നമ്മൾ ശരത്ചന്ദ്ര വർമ്മയും എങ്ങോട്ട് ചന്ദ്രശേഖരനും ഒരു പാട്ട് ഞാനാണ് അപ്പോൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പാട്ട് ചാനലിലൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് അവർ ഇവിടെ നിന്ന് നമ്പർ സംഘടിപ്പിച്ച് അവരെ നാനയിലും മനോരമ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ചൊരു വാർത്ത വന്നിരുന്നു. ഇങ്ങനെ നവാഗതനായ എന്നിട്ട് അങ്ങനെ ഒരു വാർത്ത പ്രമോഷൻ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിയറോ ദിനേശ് ഏട്ടനും ഇവരൊക്കെയാണ് അവർ. അപ്പോൾ അതിൽ കണ്ടിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്ത് വിളിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അനിയൻ ഇങ്ങനെ ഒരു വിഷയമാണ് അബ്ദുൾ ഷമീർ. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിലാണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 9 മാസമായി കുട്ടിയുണ്ട്. അപ്പോൾ ഒരു കിഡ്നി
ഇങ്ങനെ നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ ആരെങ്കിലും, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിനെ കുറിച്ച് ഐഡിയ ഇല്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നോ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ആ പുള്ളിയാണ് പറഞ്ഞു ഇങ്ങനെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരാണ്, ഒന്ന് അന്വേഷിച്ച് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരുമോ. ഞാനത് അന്വേഷിച്ച് അങ്ങനെ പോകുമ്പോൾ അന്ന് അച്ഛൻ പുറത്തേക്കായിരുന്നു. അച്ഛൻ വന്നു, ചെറുമല അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു എനിക്ക് നല്ലൊരു കിഡ്നി വേണം അച്ഛാ, അതിനെന്താ വെച്ചാൽ ചെയ്യാൻ എൻ്റെ സുഹൃത്തിൻ്റെ അനിയന് വേണ്ടിയാണ്, നല്ലൊരു കിഡ്നി വേണം, ഓ പോസിറ്റീവ് ആണേ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് മാർക്കറ്റല്ല വന്നിട്ട് കിഡ്നി എടുത്തിട്ട് അങ്ങനെ ഒരു ജോക്കായിട്ട് ആൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവർ കുടുംബത്തിൽ നിന്ന് കൊടുക്കാൻ പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് രോഗി, അപ്പോൾ ഞാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് ആരും കൊടുത്തുവിടും എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇങ്ങനെ ആരും 2-3 പേരെ അവിടെ ഉള്ളൂ, ആ 3 പേരും രോഗികളാണ്. ഭാര്യയാണെങ്കിൽ വളരെ സ്കെൽറ്റനായിട്ട്, അമ്മ ഏജഡാണ്. അപ്പോൾ അവർ തറവാടൊക്കെ വിറ്റിട്ടാണ് കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതൊരു ട്രാൻസ്പ്ലാന്റ് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു രക്ഷയില്ല, ഞാനിപ്പോൾ അച്ഛൻ പറയണത് ഇങ്ങനെയാണ്, നിങ്ങൾ ആരെങ്കിലും കൊടുക്കുക, കുടുംബക്കാർ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആരെയും ദാനം ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അച്ഛനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, കിഡ്നി ഫെഡറേഷൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനോട് പറഞ്ഞു, ജീവൻ ഒരു നിങ്ങൾ സംവിധാനമൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് അവിടെ നമ്മുടെ ഒരു ഓർഗൻ ഡോണേഴ്സ് അസോസിയേഷൻ്റെ ഗ്രീൻ റിബൺ അവാർഡ്, അതായത് മാധ്യമങ്ങൾക്കുള്ള അവാർഡ് ബിഷപ്പ് പാലസിൽ, കോട്ടയം ബിഷപ്പ് പാലസിൽ വെച്ച് നടക്കുക. അന്ന് ഒരു 600-ഓളം പേര് പങ്കെടുത്ത പരിപാടിയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് അതിൻ്റെ ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഒന്ന് ഗസ്റ്റായിട്ട് പങ്കെടുക്കാൻ പറഞ്ഞു, ആശംസ പറയാനായിട്ട്. ഗസ്റ്റ് എന്ന് പറയാൻ ഒന്നും ആരുമല്ല, നമ്മളൊന്നും ആയിട്ടില്ല. ഞാൻ രാജസാഹിബ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ കാക്കനാട്ടിൽ, ഇന്നസെൻ്റ് അങ്ങനെ പടങ്ങളുള്ള ആണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. ഞാൻ ആളും കൂടെയായിട്ട് ഞാൻ എൻ്റെ കാറിൽ പോയിട്ട് ആശംസ പറയാൻ കയറിയതാണ്. അങ്ങനെയാണ് ഒരു കിഡ്നി പോയത്. ആശംസ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കൊടുത്തവരും സ്വീകരിച്ചവരും എല്ലാവരും, ഡോണറുണ്ട്, റെസിപ്പിയൻ്റ് ഉണ്ട്. അച്ഛൻ മകന് കൊടുത്തു, മകൾ അച്ഛന് കൊടുത്തു, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരും ജീവിച്ചിരിക്കുന്നു. നമുക്കത് മാതൃകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇൻസ്പയർ ആണ്. അതായത് റോൾ മോഡൽ ചെറുമലച്ചനാണ് എൻ്റെ. ഞാൻ അപ്പോൾ അവിടെ വെച്ച് നമ്മൾ വേർത്തിട്ടാണ് പറയുന്നത്. ഞാനിതിൽ എന്താ ആശംസ പറയുക, ഈ രോഗികൾക്ക് കൊണ്ട് എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്നുണ്ട്, എല്ലാം ഇരിക്കുന്നു. അപ്പോൾ ആശംസ പറഞ്ഞാൽ ഞാൻ ബാക്കിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ ആശംസ എന്ന് പറയാനില്ല അച്ഛൻ, ഞാൻ എൻ്റെ സഹോദരൻ്റെ അനിയന് വേണ്ടിയിട്ട് അച്ഛൻ കൊടുത്തതാണല്ലോ, അല്ലേ അച്ഛൻ ഉറപ്പല്ലേ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ ചിരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വൃക്ക മേച്ചാവണി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തു, വാർത്തയായി, വീട്ടിലത് പ്രശ്നങ്ങളായി, ഒരു യുദ്ധം തന്നെ നടന്നു. അതിന്ന് ആ യുദ്ധത്തിൻ്റെ പര്യവസാനം ആ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോയി കാണിച്ച് വൈഫിനെ കൺവിൻസ് ചെയ്തിട്ടാണ് ഞാനത് 2015 ഫെബ്രുവരി 23-ന് വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതിന് അച്ഛൻ്റെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ നന്നായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് വൈഫായിട്ട് സംസാരിച്ചു. പിന്നെ അവൾക്കത് തൃപ്തിയാണ്. അതാണ് അതുകൊണ്ട് അപ്പം ഞാനത് എനിക്ക് കിട്ടിയ ഇത് പറയണത് സംവിധായകൻ പ്രധാനത്തിൽ തയ്യാറായി. പിന്നീട് എൻ്റെ ടീച്ചറൊക്കെ അവരിങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഇത് ആ ഒരു പേരിലും ലെവലിലും എന്നെ ജനം സ്വീകരിച്ചു എന്നുള്ള കുറച്ച് പെയിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1 കോടി രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, 50 ലക്ഷം കിട്ടിയിട്ടുണ്ടാവും. അടുത്ത് ബെൻസായിട്ട് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് പരിസരത്ത്. അതിപ്പം നമ്മൾക്കത് അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ വേണമല്ലോ. അപ്പോൾ ഞാൻ 1 കോടി കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ വേറെ സ്ഥലത്ത് ഡെപ്പോസിറ്റ് സുഖമായിരിക്കണോ അല്ല. അതൊരു ശരിക്കും പറഞ്ഞ ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു 5 വർഷമാണ് മാക്സ് എന്ന് പറഞ്ഞാൽ. ചിലവരിപ്പോൾ 30 വർഷം വരെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ ജീവിത രീതിയും നമ്മുടെ അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഇടയ്ക്ക് വെച്ചിട്ട് അത് വീണ്ടും ഒരു ഇത് വന്നു കഴിഞ്ഞു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പുള്ളിയെ മക്കലൊക്കെ പോയിട്ട് വന്നു, ഉമ്മയും കൂട്ടിയിട്ട് മക്കലൊക്കെ പോകുമ്പോൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും വിഷമം ഉണ്ടൊക്കെ ചോദിച്ചിട്ട് സുല്ല് പറഞ്ഞിട്ട് എൻ്റെ ഒരു അനിയനാണ്, എൻ്റെ ഒരു ശരീരത്തിൻ്റെ പാട്ടാണ് നിൻ്റെ ശരീരത്തിരിക്കുന്നത്, എൻ്റെ അമ്മയിൽ ജനിച്ചില്ല എന്നുള്ളൂ, അല്ലെങ്കിൽ ഉമ്മയിൽ ഞാൻ ജനിച്ചില്ല എന്നുള്ളൂ. അങ്ങനെ ഹാപ്പി ആയിട്ട് അതിനെ കൊണ്ട് വിളിക്കാറുണ്ട്, സന്തോഷം തന്നെ ഷെയർ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങൾ. അപ്പോൾ ജീവൻ സാറിൻ്റെ ഈ നല്ല മനസ്സ് ഇനിയും എല്ലാവരും അറിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് ബോംബെ പോസിറ്റീവിന്റെ റിലീസിനാണ് എല്ലാവരും ഇനി കാത്തിരിക്കുന്നത്. ആ സിനിമയും ഒരു വൻ വിജയമാവട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ് സാറിന്. അതിൽ പ്രവർത്തിച്ച സാറിനൊപ്പം പ്രവർത്തിച്ച ആർട്ടിസ്റ്റുകൾക്കും ടീമിലുള്ള ക്രൂവിലും മെമ്പേഴ്സിനും എല്ലാവർക്കും നല്ലൊരു ഭാവിയും നല്ലൊരു എന്താ പറയുക, ഇതിൽ നിന്ന് നല്ലൊരു പേരും ലഭിക്കട്ടെ. ഈ ഒരു വാക്കുകളാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. ചിലതൊക്കെ നിങ്ങൾ സെൻസർ ചെയ്തു. ഇപ്പൊ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി വരുമ്പോഴും ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും. അതെ അതെ അല്ല, ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേനും ഒരു സിനിമയെന്നല്ല, നമ്മൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പം 2 പേര് വിവാഹം കഴിക്കുന്നു, വിവാഹം കഴിച്ചവർ മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അവരുടെ ഹാപ്പി ലൈഫാണ്, നമ്മൾ വിഷ് ചെയ്യുന്നത് ഹാപ്പി മാരീഡ് ലൈഫ് എന്നാണ്.
എന്ന് പറയുന്നത് പോലെ സിനിമ എന്ന് പറയുമ്പോഴത്തേനും അതിൽ 2 പേരല്ല, അല്ലെങ്കിൽ 2 ഫാമിലി അല്ല, അതിൽ ഒരുപാട് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ ഒരു കഴിവും ഒരു ഇഷ്ടവും ആത്മാർത്ഥതയൊക്കെയാണ് സിനിമയെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു സിനിമ സക്സസ് ആയാൽ അതിലുള്ള എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് വലിയ ബെനിഫിറ്റ് ഉണ്ട്. അത് അതിൽ വർക്ക് ചെയ്ത ഏതൊരാൾക്കും എല്ലാവർക്കും ഞാൻ ഫിനാൻഷ്യലി മാത്രമല്ലല്ലോ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അതെ ആ സിനിമയുടെ പേരിലാണ് ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു വിജയാശംസകൾ ഒരു ഡയറക്ടർക്ക് മാത്രമല്ല, ഒരു സിനിമയുടെ വിജയാശംസ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അത് ഞാൻ സാറിലൂടെ മറ്റുള്ളവരിലേക്കും തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അത് തന്നെയാണ് നിങ്ങളുടെ പ്രൊമോഷൻ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. കാരണം നിങ്ങളുടെ പ്രൊമോഷൻ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. പഴയ കാലഘട്ടമല്ല, ഒരു വെള്ളപ്പേപ്പർ ന്യൂസ് പേപ്പറിൽ ക്വാർട്ടർ പേജിൽ ഒതുങ്ങുന്ന സിനിമയായിട്ട് മാറിയിട്ടല്ല. അതിപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്നുണ്ട് സിനിമകളുടെ വിജയത്തിലും പരാജയത്തിലും ഒക്കെ. അതെ, സിനിമ കാണാതെ കഥ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ മലയാളത്തിൽ. അതല്ല ട്രെയിലർ കണ്ടിട്ട് കഥ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കണ്ടിട്ടുണ്ടാവില്ല. അതിൽ കുറെ റിവ്യൂസിൽ അറിയാലോ. അതൊക്കെ അവർക്ക് അറിയില്ല. ഒരു ലൊക്കേഷനിൽ പോയിട്ട് അവരെടുക്കുന്ന എഫേർട്ട്, അവരുടെ അധ്വാനം, സാമ്പത്തികമായിട്ടുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊന്നും അറിയാത്തവരാണ് പറഞ്ഞത്. ഇതറിയുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നന്നായിട്ടൊരു കുടുംബം നോക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തി ആളെടുക്കുന്ന എഫർട്ട് കുടുംബം അറിയാം. ഒരു കുടുംബം ഇല്ലാത്തവർക്ക് അതറിയില്ല. ഇന്നത്തെ ജനറേഷൻ അതറിയില്ല. അവർ അല്ലേ, അച്ഛൻ കൊണ്ടുവരുന്ന പൈസ ഇത് കിട്ടുന്നു, അച്ഛൻ അത് എങ്ങനെയോ കിട്ടുന്നു, അച്ഛൻ്റെ പെയിൻ അറിയുന്നില്ല. അച്ഛൻ ചുമന്നിട്ടായിരിക്കും കൊണ്ടുവരിക. യൂണിയൻകാരനായിരിക്കും, മരം വെട്ടിയിട്ടായിരിക്കും, കൂപ്പിൽ പണിയെടുത്തിട്ടായിരിക്കാം, ചിലപ്പോൾ നല്ല ഉദ്ദേശം. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. സാറ് ലോഹിത് സാറാണ് സാറിൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ കൂടെ നിന്ന കുറച്ച് നാളുകളിൽ എന്താണ് സാറിൻ്റെയും ലോഹിത് സാറിനും ഇടയിലുള്ള ഒരു സാറിൻ്റെ ഒരു എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് ഞാൻ 18-19 വയസ്സിലേക്കാണ്. ആ സമയത്തൊക്കെ എൻ്റെ ബ്രദർ വഴിക്കാണ്. പുള്ളി ഒരു മാധ്യമപ്രവർത്തനമായിരുന്നു. പുള്ളി വഴിക്കാണ് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് സിനിമ മോഹം കണ്ടിട്ടാണ്. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ആവണമെങ്കിലും അവിടെ പോയി നിൽക്കാൻ. അതാണ് പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ ക്യാമറ പഠിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സാറൊക്കെ എനിക്ക് അന്നൊന്നും അദ്ദേഹത്തെക്കുറിച്ച് വലിയ ഡീപ്പായിട്ടൊന്നും അറിയില്ല. സിനിമ എഴുത്തുകാരൻ എന്നുള്ള ലെവലാണ്. അപ്പോൾ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ്, എഴുത്ത് പഠിക്കാൻ വേണ്ടി. കാരണം ഞാൻ കണ്ടവനെ എഴുതുമായിരുന്നു. നാടകത്തിനൊക്കെ വേണ്ടി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, ഓൺലൈനിൽ പഠിക്കുന്നതൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അത് കീറിക്കളയാൻ വേണ്ടി മാത്രമാണ് എഴുതുന്നത് കേട്ടോ. കാര്യമായിട്ടില്ല. 1-2 അങ്ങനെ നാടകം ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ നീ പഠിക്കണമെങ്കിൽ പിന്നെ സിനിമയാണെന്നുണ്ടെങ്കിൽ നീ ആദ്യം സിനിമ പഠിക്കണമെങ്കിൽ ആരുടെയും അസിസ്റ്റ് ചെയ്യാൻ പോകണം. ഒന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊന്നും നമ്മളൊന്നും കൂട്ടില്ല. കാരണം സാറ് എഴുത്താണ്. അതൊക്കെ ഷോർട്ട്നറിലൊക്കെ ഇരുന്ന് എഴുതുന്ന സമയത്താണ് അവിടെ പോയിരിക്കുക, വീഡിയോ കഴിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് മേടിക്കാൻ, ചായ മേടിക്കാൻ, വെള്ളം മേടിക്കാൻ, കൊണ്ട് ഒഴിച്ചു കൊടുക്കുക, അങ്ങനത്തുള്ള ജോലികൾ മാത്രമേ. അപ്പോൾ എഴുതുന്ന മുഴുവൻ വായിക്കും, കളയുന്നത് മുഴുവൻ എടുക്കും, വീണ്ടും ഞാൻ ഒന്ന് വായിക്കും. പേസ്റ്റിലിടുന്ന സാധനമൊക്കെ ഞാൻ വെറുതെ അത് നോക്കും, റഫായിട്ട് ഇങ്ങനെ എഴുതുന്നൊക്കെ പഠിക്കും. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എഴുത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ആ പാറ്റേൺ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഓൺലൈൻ എഴുതുന്നത്, സ്ക്രിപ്റ്റ് ആക്കുന്നത്. 3 സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്ക്രിപ്റ്റ് സിനിമയായി, സന. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. സന ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സബ്ജക്റ്റാണ്. അതൊരു പ്രവാസിയാണ്, അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു പ്രവാസിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഓട്ടിസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ മോട്ടിവേഷന് വേണ്ടി ചെയ്തിട്ടുള്ള പറഞ്ഞു. അവരെ അവോയ്ഡ് ചെയ്യുന്ന സമൂഹത്തിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് പറഞ്ഞു. അതാണ് എൻ്റെ സ്ക്രിപ്റ്റ്. അതെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് സ്ക്രിപ്റ്റ് ആയിട്ടില്ല എന്നല്ല, സെൻസർ ചെയ്തിട്ട് സർക്കാരിന് വേണ്ടി ചെയ്ത റിയാക്ഷൻ, അതായത് അവയവദാനത്തിൻ്റെ പ്രസക്തി, അതാണ് ഇമ്പോർട്ടൻസ്. അതിൽ ട്രാഫിക് നിയമ ലംഘനം, ലൈംഗിക ചൂഷണം, ഇതെല്ലാം നമുക്ക് സെൻസർ ചെയ്ത് വെച്ചിട്ട് വിദ്യാഭ്യാസ വകുപ്പ്, അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യാമെന്ന് ഉറപ്പ് വന്നിട്ട് ഞങ്ങൾ പൈസ മുടക്കി ചെയ്തിട്ട് ആ പടം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് സെൽഫിലിരിക്കും. സ്കൂൾ കുട്ടികൾക്ക് വേദനയുണ്ട്. എനിക്കതിൽ എന്നെ ആ പൊളിറ്റിക്സ് കളിച്ചത് അന്ന് എൻ്റെ സാമ്പത്തികമായിട്ട് തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല. അത് മനസ്സിലുണ്ടായ വലിയ പെയിൻ തന്നെയാണ്. ഭരണകക്ഷി ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഇവരെല്ലാ രാഷ്ട്രീയക്കാരോടും ഞാൻ കൂടെ നിൽക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും എന്ത് വിളിച്ചാലും എവിടെയും ഞാൻ ഓടിച്ചെല്ലാണ്. പക്ഷെ അതിൽ ആ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു വ്യക്തി സാമ്പത്തികമായിട്ട് ചോദിച്ചതിൻ്റെ ഓർത്ത് മാത്രം ഞാൻ 5-6 ദിവസം, അതായത് 3 മാസം 4 മാസത്തിനുള്ളിൽ 5-6 പ്രാവശ്യം അനക്സിൽ കയറിയിട്ട് മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ട് എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റില്ല. അത് സ്പാരയായിട്ട് വെച്ചിട്ട്. പക്ഷെ അത് ഓൺ റിലീസ് ഞങ്ങൾ ചെയ്യും. അത് ഗോപാലകൃഷ്ണൻ സാറൊക്കെ ഇടപെട്ടിട്ട് നമ്മൾ, ഉമ്മൻചാണ്ടി സാറ് അന്ന് പ്രതിപക്ഷത്തിലായിരുന്നപ്പോൾ ലെറ്റർ വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് അപ്രൂവൽ തന്നില്ല. അത് പെയിനാണ്. കാരണം അതിലും വലിയ മെസ്സേജ് ഉണ്ട് നമുക്ക് കൊടുക്കാൻ. സ്റ്റുഡൻസിനാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും ഒരു വലിയ മെസ്സേജ് ഉണ്ട്. അത് എൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് പടമാക്കിയിട്ടുള്ള ഈ സ്ക്രിപ്റ്റും 2 സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ലോഹിത് സാറല്ലേ. ഞാൻ അധികം എഴുതുന്നതല്ല. ഞാൻ എഴുതാൻ നല്ല താല്പര്യം. ഞാൻ യാത്രയിലൊക്കെ നന്നായി എഴുതും.
അതിൻ്റെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് വരുന്നത് കോർഡിനേറ്റ് വരുമ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. വായിച്ചവർ മുഴുവൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പ്രകാരമുള്ള ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഒരു പടം ഇത് കഴിഞ്ഞ ഓഗസ്റ്റോടുകൂടി ലാസ്റ്റോടുകൂടി നമ്മൾ ആ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനിലേക്ക് കയറും. ഞാൻ ഇതിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും, ഈ പടം ഇറങ്ങാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ പടം ഇറങ്ങി ഒരു 50 days സക്സസ് ആയിട്ട് റൺ ചെയ്യുകയാണെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാർട്ടി വെക്കുന്ന ഒരു വേളയിൽ ഒരു വേദിയിൽ സാറിനെ ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ, പടം ഇറങ്ങി സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിലും എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് പിന്നെന്തിനാണ് ഞാൻ അതിൽ സങ്കടപ്പെടുന്നത്? ഞാൻ ഹാപ്പി ആയിട്ട് പറയും ഞാൻ ഇവിടെ ഉണ്ട്, പരിപാടി നടക്കട്ടെ, എല്ലാവിധ ആശംസകളും അറിയും. സിനിമയുടെ വിജയം മാത്രമാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ എന്നെ വേദിയിൽ വലിയ ആളായിട്ട് കാണിച്ചില്ലെങ്കിലും അത്ര എന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ പല ഇന്റർവ്യൂകളിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് പോകുന്ന ആളാണ്. ഞാൻ അന്ന് എനിക്ക് പല കാര്യമായിരുന്നു, എനിക്ക് അവിടെ ഞാൻ ഓടി താഴെ ഇറങ്ങി പോകുമായിരുന്നു അല്ലേ, അന്ന് പോകുന്നു ആ പരിപാടി കഴിഞ്ഞ വഴിക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ തന്നെ താഴേക്ക് ഇറങ്ങി പോകുമായിരുന്നു. ഞാൻ അതങ്ങനെയല്ല, എനിക്ക് ഇന്റർവ്യൂവിൽ വരണമെന്നോ എന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണമെന്നോ അല്ലെങ്കിൽ ചാനൽ നിറഞ്ഞു നിൽക്കണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. നമ്മൾ ചെയ്ത പ്രോജക്റ്റ് പൂർത്തീകരിച്ച് പുറത്തിറക്കി കാണിച്ചിട്ട് പ്രേക്ഷകൻ കണ്ട് പറയട്ടെ ഒരു ജീവനുണ്ട്. എനിക്ക് തോന്നുന്നു സാറിന്റെ ഏതൊരു ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലായിക്കോട്ടെ സന്തോഷ ഘട്ടങ്ങളിലായിക്കോട്ടെ സാറിന്റെ കുറെ ഫ്രണ്ട്സ് എല്ലാത്തിനും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് അതിന്റെ തെളിവാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അല്ലേ, എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെ സുഹൃത്തുക്കൾ വഴിയാണ്. അതെ അതെ, ശ്രീജിത്തൊക്കെ അവര് രാജീവേട്ടനൊക്കെ അവരൊക്കെ ഒരുപാട്, അതായത് എനിക്ക് പറയാൻ എന്താ പറയുക പറഞ്ഞാൽ തീരില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എല്ലാവരുടെയും പറയേണ്ടി വരും. അങ്ങനെ ഒട്ടനവധി ആൾക്കാർ, ജിയോ ജോൺ ഒരു ആർട്ടിസ്റ്റാണ്. അവനൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കണം, ഞാൻ ഒരാളെ വിടുന്ന പറഞ്ഞ് പലപ്പോഴും വിട്ടിട്ട് ഞാൻ ഒഴിവായിട്ടുണ്ട്. അപ്പം നമുക്ക് ആയിട്ടില്ല, സമയമാകുമ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ വിലയിരുത്തിയിട്ട് എന്നെ പബ്ലിക്കിന് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ അതിലൊക്കെ കയറിയായിരുന്നു. അങ്ങനെ എല്ലാവരും ചാനൽ കയറി ഷോ കാണിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം പൊതുവേ ഇല്ല കേട്ടോ. ഇല്ല, അങ്ങനെ അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നും അതായിരിക്കരുതല്ലോ. നമുക്ക് നല്ലൊരു സിനിമ സമ്മാനിക്കുക, നല്ലൊരു കഥ അല്ലെങ്കിൽ നല്ലൊരു തിരിച്ചറിവ് ആ സിനിമ കാണുന്നതിലൂടെ നമുക്ക് സമൂഹത്തിൽ നല്ലതെന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. അതന്നെ, അല്ല അതിലൂടെ അതന്നെയാണ് ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയില്ലേ. നമ്മുടെ തലമുറകൾ പറയുമല്ലോ, പിൽക്കാലത്ത് പറയുമല്ലോ, എൻ്റെ അപ്പ എൻ്റെ മകൻ പറയും, എൻ്റെ മോള് പറയുമല്ലോ എൻ്റെ പപ്പ ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്കും അറിയാം ഒരുപാട് പെയിൻ എടുത്തിട്ടാണ് എൻ്റെ പപ്പ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെന്നെ പറയും പലപ്പോഴും എൻ്റെ പപ്പ ഒറ്റയ്ക്ക് ഇരുന്ന് കരയെന്ന് കേട്ടിട്ടുണ്ടെന്ന് അവർ പറയാറുണ്ട്. ഇപ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ അവൻ യാത്രയിലൊക്കെ എൻ്റെ കൂടെ വരും, ക്ലാസ്സിലുകൊണ്ടാണ്. അവരൊക്കെ പറയും പപ്പ എന്ത് മൂഡ് ഓഫ് ആണല്ലോ, വാട്ട് ഹാപ്പൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോയാൽ നീ പറഞ്ഞിട്ട് കഴിക്കുക. ഫാമിലിയിൽ വൈഫ് പൊതുവേ സിനിമയോട് വലിയ താല്പര്യമില്ല, എങ്കിൽ പോലും അത്യാവശ്യം ഇപ്പോൾ ഇതിലൂടെ ഭയങ്കര ഇതായിട്ട് വന്നിരിക്കുക. പക്ഷെ മോളും മോനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്, അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർ പോകുന്ന കോളേജിൽ അവർ പഠിച്ച ഇതിലൊക്കെ ഞാൻ ഗസ്റ്റായിട്ട് പോകുമ്പോഴും അവരെല്ലാവരും ചോദിച്ചു തുടങ്ങി എന്നാണ് പടം ഇറങ്ങുന്നത്, അടുത്ത പ്രോജക്റ്റ് എന്ന്, ഞങ്ങൾക്കൊരു അവസരം മേടിച്ചു തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഹാപ്പി അല്ലേ. അത് മതി, അത് പടം ഇറങ്ങാതിരിക്കുന്നുള്ളതല്ല, പക്ഷെ അതിൽ അവർ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ലക്ഷ്യം ഇതാണ്, ചെയ്ത പ്രോജക്റ്റ് പുറത്തു വരിക, എൻ്റെ കുഞ്ഞ് അത് ജന്മം നൽകി അവൻ വളരുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം വന്ന് ഈ സിനിമയുടെ വിശേഷങ്ങളും എത്ര സങ്കടം ഉണ്ടായിട്ട് നമ്മളോടൊപ്പം വളരെയധികം സന്തോഷത്തോടു കൂടി പങ്കുവെച്ച സാറിന് നന്ദി.